കൂട്ടുകാരെ ഉണ്ടല്ലോ, ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നല്ലൊരു അപ്ഡേഷൻ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതെന്താണ് എന്നൊക്കെ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ചെടികളെയൊക്കെ നമ്മൾ നട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നിറച്ച് പൂക്കൾ തരുന്നൊരു ചെടിയും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് അധികം ദിവസമൊന്നും ആയില്ല കേട്ടോ, അപ്പൊ നമ്മള് ഈ ഒരു നമ്മുടെ ഡാലിയ പ്ലാന്റ് ഞാൻ ഒരു പരീക്ഷണാർത്ഥം നമ്മളിങ്ങനെ ഹാങ് ചെയ്യുന്നതായിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ചെടി ഉണ്ടല്ലോ, കണ്ടോ നമ്മുടെ ചെടി, അതായത് ആ വീഡിയോ കണ്ടവർക്ക് കറക്റ്റ് മനസ്സിലാകും കേട്ടോ ഈ ഒരു ചെടിയുടെ ഒരു മാറ്റം. അപ്പൊ നമ്മൾ അന്ന് നടുന്ന സമയത്ത് വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു, അത്ര ഹെൽത്തി ഒന്നും അല്ലാതെ നിന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പൊ ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ചെടിക്ക് വന്ന ആ ഒരു മാറ്റമാണ് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത വളം എന്താണെന്ന് ഞാൻ പറയാം ഈ വീഡിയോയിൽ തന്നെ. അപ്പൊ നമ്മൾ ഈ ഒരു ചെടീനെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഇതൊരു എന്താ പറയുക, ഒരു പരീക്ഷണമാണ്, ഇത് അത്രമാത്രം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ചെടി കണ്ടോ, ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്തപ്പം അത്യാവശ്യം നല്ല ബുഷി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില ചെടികൾ നമുക്കിതാ മൊട്ടിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മുട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു പരീക്ഷണം വിജയിച്ചതിന് വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ ഈ ഒരു ചെടി നടുന്നതിൻ്റെ ഉണ്ടല്ലോ, ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നമ്മുടെ ഈ ഒരു ചെടികളുടെ ആ ഒരു വ്യത്യാസം. ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനെയും നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ആക്കി എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം അതുപോലെ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ പിന്നീട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ഒക്കെ കൈവശം ഉള്ളവർ, എല്ലാവർക്കും ഉണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ നട്ടു കൊടുക്കാനൊക്കെ ഇപ്പം കൈവശം ഉള്ളവർ ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ മഴക്കാലത്ത് നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാം. എല്ലാ പ്ലാന്റും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിലെല്ലാത്തിലും അധികം താമസിക്കാതെ തന്നെ പൂക്കളും കൂടെ വരുവേ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ചെടിയിൽ പൂക്കൾ ഇടാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് മഴയൊന്നുമില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ കുറച്ച് നല്ലോണം നമ്മുടെ NPK ഉണ്ടല്ലോ, അത് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളിടും. പിന്നെ അത് കൂടാതെ ഞാൻ ചെടി ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടീൻ്റെ പോട്ടിൽ ഇതുപോലെ അത്യാവശ്യം നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ DAP ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഈ ഒരു പോട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വളങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് നമ്മുടെ ചെടി ഇതുപോലെ നല്ല പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെടീനെ പരമാവധി നമ്മളിങ്ങനെ ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈറ്റ് വെപ്പിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ എപ്പോഴും ബുഷിയായിട്ട് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ പരമാവധി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തളിർത്ത് വരുന്നതിൻ്റെ ഓരോ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് ഞാൻ നേരത്തെ ഒന്ന് തൊട്ടപ്പം ഒടിഞ്ഞു പോയതാണ് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അത് വീണ്ടും അവിടുന്ന് പൊട്ടിപ്പൊടിച്ച് ഇങ്ങനെ ബുഷിയായി വട്ടം വെച്ച് വന്നിട്ട് നിറച്ച് പൂക്കൾ തരും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ടല്ലോ, ഞാനിവിടെ നിലത്ത് നട്ടേക്കണേ നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ ഇങ്ങനെ നിലത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇനി നല്ല ഫ്ലവറായിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി അപ്ഡേഷനൊക്കെ മറ്റു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ചിലവരൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ഭയങ്കര മഴയല്ലേ, ഈ ചേച്ചിക്ക് എന്താ പ്രാന്താണോ, ഇതുപോലെയൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടാൽ നന്നായി കിട്ടുമെന്നൊക്കെ ഒരു ചെറിയൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ ഡാലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് മഴക്കാലത്തും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ്. അതായത് ഡാലിയ എന്ന് പറഞ്ഞൊരു ചെടി നമുക്ക് മഴയെന്നില്ല വെയിലെന്നില്ല കേട്ടോ, എല്ലാ സമയത്തും നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കൾ തരും. കൂടുതലും വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഭാഗത്ത് തന്നെ വെച്ചേക്കണത്. അപ്പം മഴ കൊണ്ടിട്ടും നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈൻറ്റും പറ്റുന്നില്ല. പിന്നെ നമ്മളോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഡാലിയ പ്ലാന്റ്സ് വളർത്തുമ്പം ഈ ഒരു ഇലയുണ്ടല്ലോ, ഇതിൻ്റെ ലീഫിൽ കൂടെ ഇങ്ങനെ ഒരു വെള്ള പൂപ്പൽ പോലെ വരുന്നുണ്ടെന്ന്. അപ്പം അത് നമ്മുടെ ഡാലിയ ചെടിക്ക് വരുന്ന ആ ഒരു മെയിൻ രോഗമാണ് ആ ഒരു രോഗം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരുടെയെങ്കിലൊക്കെ ചെടികളിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമുക്ക് നമ്മുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ്, അത് കെമിക്കൽ ആയാലും അല്ലെങ്കിൽ ഓർഗാനിക് ആയാലും, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മുടെ ഈ ചെടീൻ്റെ ഇലകളിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പം ആ ഒരു രോഗത്തെ അങ്ങോട്ട് അകറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കൊടുത്താൽ മതി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെ നമ്മുടെ ചെടികൾ
നിറഞ്ഞ് ഇനി പൂവിട്ട് നിൽക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇനി ഇതില് അത്യാവശ്യം ഇപ്പൊ പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. എന്നാലും നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ NPK 19 നമ്മൾ നല്ലോണം ഇലകളിലൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് പൂക്കളും കൂടെ വരും കേട്ടോ. അപ്പം ഇത് നമ്മുടെ മറ്റൊരു ചെടിയിൽ ഇതാ ഫ്ലവർ വരാനായിട്ട് ഇട്ട് നിൽക്കുന്നതാണ്. ഇതിലേക്ക് ഏത് കളറുള്ള ഫ്ലവറാ വിരിയാന്നൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാം അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം മഴയുണ്ട്. നമ്മൾ ചെറിയൊരു മഴയൊക്കെ കൊണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്താ പറയുക, മഴയൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോയ്ക്ക് ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ, നമ്മുടെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ കൈവശമുള്ളവർ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയുള്ള നല്ലൊരു പൂന്തോട്ടം ഒരുക്കും കേട്ടോ. നമുക്കുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക, ഈ ഒരു പൂന്തോട്ടത്തിൽ നമുക്ക് മഴയൊന്നുമില്ല, വെയിലൊന്നുമില്ല. പരമാവധി ഏത് തരത്തില് ചെടികൾ നട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാക്കി എടുക്കാം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പം നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.